ക്നാനായ യാക്കോബായ തർക്കത്തിൽ കടുത്ത നിലപാടിലേക്ക് മെത്രാൻ അനുകൂലികൾ. പാത്രിയാർക്കീസ് ബന്ധം അവസാനിപ്പിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നേക്കും. നാളെ ചേരുന്ന അസോസിയേഷൻ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. സഹായ മെത്രാന്മാരുടെ ചുമതലകൾ അസോസിയേഷൻ തിരിച്ചെടുത്തേക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, അന്ത്യോക്യ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് കടുത്ത നിലപാടിലേക്ക് പോകാൻ തന്നെയാണോ അസോസിയേഷന്റെ തീരുമാനം? വേണു, തീർച്ചയായിട്ടും കടുത്ത നിലപാടുകളിലേക്ക് തന്നെ പോകാനുള്ള ഒരു തീരുമാനമാണ് ഈ സമുദായ മെത്രാനെ പിന്തുണയ്ക്കുന്നവരുടെ തീരുമാനം. നാളെ ചേരുന്ന അസോസിയേഷൻ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ടാകും. നേരത്തെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഈ നാളത്തെ അസോസിയേഷനിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഉപരിയായി ഒരു കടുത്ത നിലപാടിലേക്ക്, അതും പാത്രിയാർക്കീസ് ബാവയുടെ നിലപാടുകളെ, അതായത് പാത്രിയാർക്കീസിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു അസോസിയേഷൻ യോഗമായിരിക്കും നാളെ ചേരുക എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ സഹായ മെത്രാന്മാരുടെ ചുമതലകൾ പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കാനുള്ളൊരു നീക്കം കൂടി ഉണ്ടാകും. അങ്ങനെ ഒരു സ്വതന്ത്ര സഭയായിട്ട് നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നാളെ ചേരുന്ന അസോസിയേഷൻ എത്തിയേക്കുമെന്നുള്ളൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതായത് ഓർത്തഡോക്സ് സഭയൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ പാത്രിയാർക്കീസ് ബാവയെ തള്ളിക്കൊണ്ട് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാർ എന്ന നിലയിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്നാനായ യാക്കോബായ സഭയിൽ ഒരു വിഭാഗം എത്തുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ ചേരുന്ന യോഗത്തിൽ, വിശേഷാൽ യോഗത്തിൽ ഈ ഒരു തീരുമാനം അസോസിയേഷൻ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ സഹായ മെത്രാന്മാരുടെ ചുമതലകളടക്കം തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.